ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്. അതായത് ഒരു മോളിക്യൂൾ തരികയാണെങ്കിൽ ആ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് 2 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആൻസർ പറയാൻ പോവുകയാണ്. ഓക്കെ, റെഡി അല്ലേ? ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ 118ഓളം മൂലകൾ ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാ മൂലകളുടെയും എന്താ പറയുക, അറ്റോമിക് നമ്പറും അതിൻ്റെ പേരും പഠിക്കുന്നത് അത്രത്തോളം നമുക്ക് എളുപ്പമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ, 13ാമത്തെ ഗ്രൂപ്പ്, 14, 15 അങ്ങനെ 18 ഗ്രൂപ്പ് ഉണ്ടോ. ഇത്രയും ഗ്രൂപ്പിനകത്തുള്ള ആറ്റങ്ങളുടെ പേര് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിൻ്റെയും വാലൻസ് ഷെൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നിങ്ങൾ മനസ്സിലാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 1ാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് 1 അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ. സെക്കൻഡ് ഗ്രൂപ്പിനകത്തുള്ളത് 2 ആയിരിക്കും. അതുപോലെ തന്നെ 13ാമത്തെ ഗ്രൂപ്പ് 3, 14 4 ആയിരിക്കും, 15 5 അങ്ങനെ പോലെ. അപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 8 ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ ആദ്യം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഹൈബ്രിഡൈസേഷൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ. ഓക്കെ, നമ്മൾ ഹൈബ്രിഡൈസേഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെത്തേഡ് 1. ഓക്കെ, നിങ്ങൾ ഈക്വേഷൻ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണാൻ പോവുകയാണ്. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഹൈബ്രിഡൈസേഷൻ കാണും. ഇക്വേഷൻ കണ്ട് ആരും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സിമ്പിളാണ്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു മോളിക്യൂളിൻ്റെ മുകളിൽ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച്, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണാൻ. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന സമയത്ത് ഒരു നമ്പർ നമുക്ക് കിട്ടില്ല. ഓക്കെ, നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണുന്ന ഇക്വേഷൻ എന്താണ്, ½ ഇൻറ്റു നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എറൗണ്ട് ദി സെൻട്രൽ ആറ്റം. എന്താ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നൈട്രജൻ ആറ്റം ആണെങ്കിൽ എത്ര നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് 5 അല്ലേ. അതുപോലെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോണോ വാലൻ്റ് ആറ്റംസ്. ഓക്കെ, ഹൈഡ്രജനെ പോലെ ആൾക്കാർ, നമ്മുടെ ഓക്സിജനൊക്കെ എന്താണ്, ഡൈവാലൻ്റ് ആണല്ലേ. ഓക്കെ, അപ്പം ഡൈവാലൻ്റ് ഇവിടെ കൂട്ടേണ്ട ആവശ്യമില്ല, മോണോ വാലൻ്റ് മാത്രം എടുത്താൽ മതി. എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് മോണോ വാലൻ്റ് ആറ്റംസ് പ്ലസ് ഓർ മൈനസ് ചാർജ്. ഓക്കെ, ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ഇക്വേഷൻ മാത്രം പഠിക്കുമ്പോൾ വലിയ എന്തോ സംഭവം പോലെ തോന്നുമെങ്കിലും നമ്മളൊരു മോളിക്യൂളിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. റെഡി? അപ്പോൾ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഒരു നമ്പർ കിട്ടും, അതായത് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന നമ്പർ 2 ആണെങ്കിൽ അത് SP ഹൈബ്രിഡൈസേഷനും, 3 ആണെങ്കിൽ SP2 ഹൈബ്രിഡൈസേഷനും, അതുപോലെ 4 ആണെങ്കിൽ SP3, 5 ആണെങ്കിൽ SP3D, 6 ആണെങ്കിൽ SP3D2. ഇങ്ങനെ ഈ ഓർഡറിൽ പോകും. ഒന്ന് ശ്രദ്ധിക്കുക, 2 ആണെങ്കിൽ SP, പിന്നെ SP2 ആയി, SP3 ആയി, പിന്നെ എന്ത് ചെയ്യും, SP3, പിന്നെ D ഓർബിറ്റിലൂടെ വന്നു, SP3D2 വന്നു. ഈ ഓർഡർ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. 1 എന്നുള്ള ആൻസർ വേണ്ട, നമുക്ക് 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം ആദ്യം എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ആ ഇക്വേഷൻ ശേഷം നമുക്ക് ലഭിക്കുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ പഠിച്ച 1ാമത്തെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ NH4+ അതിനകത്തുള്ള നമ്മുടെ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പോവുകയാണ്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ എന്താണ് ഇക്വേഷൻ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ പ്രകാരം നമ്മുടെ എന്താണ് നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് കാണാനുള്ള വഴി എന്താണ്, ½ ഇൻറ്റു എന്താണ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എറൗണ്ട് ദി സെൻട്രൽ ആറ്റം. മകളിവിടെ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. നൈട്രജൻ ചുറ്റുമാണ് 4 ഹൈഡ്രജൻ ഉള്ളത്. അപ്പം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്ര, നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്, 2 5 ആ ഓർഡർ പോകുമല്ലോ. അപ്പം 5 ആണ് ഇതിൻ്റെ
വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, 15ാമത്തെ ഗ്രൂപ്പിലാണുള്ളത് നൈട്രജൻ. അപ്പോൾ 15ാമത്തെ ഗ്രൂപ്പിലെ എല്ലാ ആൾക്കാരുടെയും വാലൻസ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 5 ആണ്. പ്ലസ് നമ്പർ ഓഫ് എന്താണ്? മോണോ വാലൻ്റ് ആറ്റംസ് അല്ലേ? എത്രയാണ്? നമ്പർ ഓഫ് എന്താണ്? മോണോ വാലൻ്റ് ആറ്റം. ഇവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞൊരു മോണോ വാലൻ്റ് ആയതുകൊണ്ട് തന്നെ എത്ര ഹൈഡ്രജൻസ് ഉണ്ട് ഇതിനകത്ത്? 4. അപ്പോൾ 4 അവിടെ നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലസ് ഓർ മൈനസ് ചാർജ് ആണല്ലോ. ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ ഈ മോളിക്യൂളിനകത്തുള്ള ചാർജ് എത്രയാണ്? പ്ലസ് അല്ലേ? ഇവിടെ പ്ലസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തിടണം? മൈനസ് ഇടുക. അത് മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? നെഗറ്റീവ് ഇടുക. അപ്പോൾ ഇവിടെ എത്ര വരില്ലേ? നെഗറ്റീവ് എന്താണ്? എത്ര ചാർജുകൾ? ഒരു ചാർജല്ലേ. അപ്പോൾ നെഗറ്റീവ് എന്താണ്? 1 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? നമുക്ക് കിട്ടുന്ന ആൻസർ 4 ആയിരിക്കും അല്ലേ? അപ്പം 1/2 × 5 + 4 എത്രയാണ്? 9 ആണ്. 9 1 പോയാൽ എത്രയാണ്? 8. ഇപ്പോൾ 1/2 × 8 എത്രയാണ്? 4 എന്ന് കിട്ടും. അപ്പം 4 ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ 4 ആണെങ്കിൽ ഏത് ഹൈബ്രിഡൈസേഷനാണത്? അത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? സെയിം മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ SO4 2- ഹൈബ്രിഡൈസേഷൻ കാണാൻ പോവുകയാണ്. അതിനകത്തുള്ള സൾഫറിൻ്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, എന്താ ഇക്വേഷൻ വരില്ലേ? 1/2 × നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. ഇവിടെ സെൻട്രൽ ആറ്റം സൾഫറാണ്. സൾഫറിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, പ്ലസ് എന്ത് വരും? നമ്മുടെ നമ്പർ ഓഫ് എന്താണ്? മോണോ വാലൻ്റ് ആറ്റംസ് അല്ലേ? ശ്രദ്ധിക്കുക, ഇവിടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്? ഡൈവാലൻ്റ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ എന്തില്ല? മോണോ വാലൻ്റ് ആറ്റംസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? 0 എന്ന് ഇടാം. അപ്പോൾ എന്ത് ചെയ്യും? പ്ലസ് ഓർ മൈനസ് ചാർജ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ് എന്താണ്? 2- അല്ലേ? അപ്പോൾ 2- ആയതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇവിടെ പ്ലസ് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? പ്ലസ് ഇടുക. ഓക്കെ, റെഡി? ഇവിടെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ഇടുക. ഇവിടെ പോസിറ്റീവ് ആണ്, എന്ത് ചെയ്യുക? ഇവിടെ നെഗറ്റീവ് ഇടുക. എത്ര ചാർജാണ് ഉള്ളത് മക്കളെ? 2 ചാർജ്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് തന്നെ കിട്ടും അല്ലേ? അപ്പോൾ 4 ആയതുകൊണ്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഓക്കെ, റെഡി? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ sp3 ആണല്ലേ? 4 എന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എത്ര ആയിരിക്കും? sp3 ആയിരിക്കും. റെഡി? നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. XeF2 അല്ലേ? Xeon എന്താണ്? സിനോൺ ആണ്, ഒരു അലസവാദമാണ്, 18ാമത്തെ ഗ്രൂപ്പിലെ ആളാണ് സിനോൺ അല്ലേ? XeF2ൻ്റെ ഇതിനകത്തുള്ള എക്സിയുടെ എന്താണ്? ഹൈബ്രിഡൈസേഷൻ എത്രയാണ് ചോദ്യം. ഇത് കഴിഞ്ഞ HSA ഫിസിക്കൽ സയൻസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എത്രയാണെന്ന് ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റില്ലേ നോക്കാം നമുക്ക്. ഓക്കെ, എന്താ ഇക്വേഷൻ വലിയ? 1/2 × നമ്പർ ഓഫ് എന്താണ്? വാലൻസ് ഇലക്ട്രോൺ അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. ഇവിടെ സെൻട്രൽ ആറ്റം ആരാണ്? സിനോൺ അല്ലേ? അപ്പോൾ എത്രയാണ് സിനോണിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റിനകത്തുള്ള ഇലക്ട്രോൺസ്? 8 അല്ലേ? 18ാമത്തെ ഗ്രൂപ്പിലാണ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എത്രയാണ് ഉണ്ടാവില്ലേ? 8 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ? പ്ലസ് എത്രയാണ്? മോണോ വാലൻ്റ്. ഫ്ലൂറിൻ മോണോ വാലൻ്റ് അല്ലേ? അപ്പോൾ മോണോ വാലൻ്റ് എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ? ഇതിനകത്ത് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ചാർജ് ഇല്ലാതെ നമ്മൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര കിട്ടും ആൻസർ? എത്ര കിട്ടും? ദാറ്റ് ഈസ് 5. അപ്പോൾ 5 അല്ലേ? അപ്പോൾ 5 ആകുന്ന സമയത്ത് ഏത് ഹൈബ്രിഡൈസേഷൻ വരില്ലേ? ദാറ്റ് ഈസ് sp3d ആയിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണേ. അപ്പോൾ നമുക്കറിയാം നമ്മളെ ഹൈബ്രിഡൈസേഷൻ എത്രയാണ്? sp3d. 5 അല്ലേ വന്നത്? അപ്പോൾ 5 എത്രയായിരിക്കും? sp3d ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഏതൊരു മോളിക്യൂൾ കിട്ടിയാലും നമുക്കതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റെഡി?